യുകെയിൽ കെയർ ഗീവറായി ജോലി വാഗ്ദാനം ചെയ്ത് 88ഓളം ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും 7 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ തട്ടിയെടുത്ത് 10 കോടി രൂപയുമായി കണ്ണൂർ സ്വദേശി ചൊവ്വേലിക്കുടിയിൽ ജോസഫ് സി.കെ നാടുവിട്ടതായി തട്ടിപ്പിനിരയായവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കർണാടകത്തിലെ മംഗലാപുരത്ത് പ്രവർത്തിച്ചുവരുന്ന യുകെയിൻ റീജിയൽ അക്കാഡമി എന്ന സ്ഥാപനം വഴിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. നവമാധ്യമങ്ങൾ വഴി പരസ്യങ്ങളിലൂടെയാണ് ഇയാൾ ഉദ്യോഗാർത്ഥികളെ സ്വാധീനിച്ചത്. ഉദ്യോഗാർത്ഥികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അഡ്വാൻസായി പണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു വിദേശ വനിതയെക്കൊണ്ട് ഇന്റർവ്യൂ നടത്തി വിജയിച്ചതായി അറിയിപ്പ് നൽകുകയും യുകെയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഓഫർ ലെറ്ററും നൽകിയ ശേഷം പണം ആവശ്യപ്പെടുന്നതുമാണ് രീതിയെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. എന്നാൽ ഇത് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ് പണം തിരികെ ചോദിച്ചപ്പോൾ പല ഒഴിവുകഴിവും പറഞ്ഞ് മാസങ്ങൾ തള്ളി നീക്കിയെന്നും പിന്നീട് 3 മാസത്തിന് ശേഷമുള്ള കാലാവധി വെച്ച് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചെക്ക് നൽകുകയുമായിരുന്നു. എന്നാൽ ഈ ചെക്ക് ബാങ്കിൽ സമർപ്പിച്ചപ്പോൾ അക്കൗണ്ടിൽ ആവശ്യമായ പണം ഇല്ല എന്ന അറിയിപ്പാണ് ലഭിച്ചതെന്നും ഈ സമയം കൊണ്ട് ജോസഫ് സി.കെ എന്ന സൂരജ് വിദേശത്തേക്ക് കടന്നതായും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. ഇത് മറ്റുള്ളവർക്ക് ഇതുപോലെ ചതി പറ്റുന്നുണ്ട്, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുപോലെ സൂര്യന്റെ വൈഫ് നാട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ പൈസ സ്വീകരിച്ച് അവർക്ക് ആവശ്യമായ ജീവിക്കുന്ന കഴിഞ്ഞ ദിവസം അവരുടെ കൊച്ചിന്റെ 1ാം ബർത്ത്ഡേ ആയിരുന്നു. അത് ഇവിടെ ആഘോഷിച്ചു. ഞങ്ങളുടെ ക്യാഷ് മേടിച്ച് 16 ലക്ഷം 20 ലക്ഷം രൂപ ഞങ്ങളെ മേടിച്ച് അവർ സുഖമായി ജീവിക്കുകയാണ്. ഒരു ഉറപ്പുമില്ലാതെ അവർ ജീവിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അവരെ സമൂഹത്തിൽ എങ്ങനെ അവരെ കൊണ്ടുവരണം, അതാണ് ഞങ്ങളുടെ ഈ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം. യുകെയില് കെയർ ഗീവറായിട്ട് ജോലി വാഗ്ദാനം ചെയ്യാന്ന് പറഞ്ഞ് അതിനകത്ത് വന്ന ഒരാളാണ് ഞാൻ. എന്റെ അടുത്ത് നിന്ന് 16 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. സൂരജ് ആദ്യം ഒരു ഇന്റർവ്യൂ നടത്തുകയും 10 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച്. ഞങ്ങൾക്ക് 10 ദിവസം ക്ലാസ് നടത്തി, ക്ലാസ്സിനകത്ത് ഇന്റർവ്യൂ നടത്തി, അങ്ങനെയാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത് പോലും. എന്നിട്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈസ ആദ്യം തീർത്ത് തന്ന ശേഷം പകുതി പൈസ മേടിക്കുകയും അത് കഴിഞ്ഞ് ബാക്കി പണം വിസയ്ക്ക് വേണ്ടി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി പൈസ അന്നേരം മേടിക്കുകയും ചെയ്തു. എന്നിട്ട് ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് യാതൊരു ഇതും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനിയൊരു 3 മാസം കൂടെ സാവകാശം വേണമെന്ന് പറഞ്ഞു. യുകെയിൽ എന്തോ പ്രശ്നം നടക്കുവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് സാവകാശം മേടിച്ച്, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ പറ്റിക്കുവാനാണ്. യാതൊരു ഇതും ഉണ്ടായിട്ടില്ല മുന്നോട്ട്. പണം നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരും കേരളത്തിലെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഷിബു കെ, ദിനൂപ്, അജ ഡോൾഫി, ജോമൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.